ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങളിതാ ഇന്നൊരു ചെറിയ സേവനവാര പരിപാടിയായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ ഒന്നല്ല, റോഡ് സൈഡിലുള്ള മിക്ക വീടുകളും അനുഭവിക്കുന്ന ഒരു ദുരിതമാണ്. അവർക്ക് മാത്രം പറഞ്ഞേക്കുന്ന ഒരു ദുരിതമാണ് ഈ പൊടി കൊണ്ടുള്ള പ്രശ്നം. അതായത് ഈ ഇത്ര വർഷങ്ങൾ കൂടുമ്പോൾ റോഡ് പണിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഈ റോഡ് പണീൻ്റെ ഒരു മണ്ണും പൊടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങളതാ ഒരു 2 കൊല്ലത്തോളായിട്ട് ആ ഒരു പൊടിയും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എന്താ പറയുക തിന്ന് തന്നെ ജീവിക്കുന്ന അവസ്ഥയുള്ള കാര്യം പറയുന്നതിന് എന്താ ഫുള്ളായിട്ട് ഞാനിത് പ്രത്യേകിച്ച് ഒരു വ്ളോഗറിനെ ഞാൻ ഇടണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫാസ്റ്റ് അടിച്ച് പോകുന്നത്. നമ്മുടെ മുറ്റത്തൊക്കെ ഈ കടേൻ്റെ കുറച്ച് കാർബോർഡ്, കടയിൽ സാധനം വരുമ്പോൾ കാർബോർഡൊക്കെ ഉണ്ടാവും. ആ കാര്യങ്ങളായിട്ടും അതുപോലെ തന്നെ അല്ലാതെ പൊടി പാറിയിട്ടും ഇന്റർലോക്ക് താന്നിട്ടും മാവിൻ്റെ വേരൊക്കെ എടുത്തിട്ടൊക്കെ ഇന്റർലോക്കൊക്കെ ഒന്ന് ഇളകിയിട്ട് ഭയങ്കര എന്താ പറയുക ഒരുപാട് പൈസ കൊടുത്ത് ചെയ്യിച്ചിട്ട് നമുക്കതിപ്പോൾ എന്താ ഭയങ്കര വൃത്തികേടായിട്ട് നിൽക്കുകയാണ് കേട്ടോ. വലിയ മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വെക്കേഷൻ്റെ സമയത്ത് മക്കൾക്കൊന്ന് സൈക്കിൾ എടുത്ത് പുറത്തേക്ക് പോലും എന്താ പറയുക ഇപ്പോൾ റോഡുമേലേക്ക് ഇല്ലെങ്കിലും ഇപ്പോൾ മുറ്റത്ത് വരെ അവർക്ക് ഓട്ടാൻ പറ്റാത്ത സീനായി പൊടി പാറിയിട്ട്. അപ്പം ഞങ്ങൾ കരുതി എന്തായാലും റോഡ് പണിക്ക് ശേഷം നമ്മൾ പണ്ടത്തെ രീതിയിൽ ആക്കിയെടുക്കണം എന്ന് മനസ്സുകൊണ്ട് കരുതിയതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടന് ലീവാണ്. ഇപ്പോൾ 2 ദിവസം ലീവ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ കരുതി എന്തായാലും വേണ്ടില്ല ക്ലീനിങ് ചെയ്യാന്നുള്ളത് കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ആദ്യം ആ കാർബോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നമ്മളെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് വാരി പിന്നെ വെള്ളം അടിച്ചിട്ട് ഫുള്ള് കഴുകി ക്ലീൻ ചെയ്ത് ശേഷം ചെടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചു. അപ്പോൾ കടയും വീടും അടുത്തടുത്തായതുകൊണ്ട് കടയിൽ ആളില്ലാത്തപ്പോഴും അച്ഛനും വരും കേട്ടോ ഹെൽപ്പ് ചെയ്യാനൊക്കെ. അങ്ങനെ ഞങ്ങൾ തെങ്ങിൻ്റെ ചുറ്റും ഞങ്ങളെ കല്യാണത്തിൻ്റെ സമയത്ത് കുറച്ച് പുല്ലൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ആക്ച്വലി കുറേ കഴിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കായിട്ടൊക്കെ അതൊക്കെ കാട് പോലെയായിട്ട് ഒരുപാട് വൃത്തികേടായപ്പോൾ ഞാൻ കുറച്ചുകൂടി മണ്ണൊക്കെ കൊണ്ടിട്ട് ഇതിന് മുന്നേ 10 മണി പൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലേ അത് കൊണ്ടുപോയി വെച്ചതാണ്. അപ്പം രണ്ടാമത് അതൊക്കെ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ചൂടുകാലമായപ്പോഴും ആ ചെടികളൊക്കെ ശ്രദ്ധിക്കായിട്ട് അതൊക്കെ പോയി ഫുള്ള് പുല്ല് നിറഞ്ഞ് വൃത്തികേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക ഫൈനായിട്ട് ചെയ്യണമല്ലോ, അല്ലാണ്ട് നമ്മൾ വെറുതെ അവിടെയും ഇവിടെയും പോയി ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഫൈനായിട്ട് പുല്ലും കാര്യങ്ങളൊക്കെ പോക്കി നല്ല വൃത്തിയാക്കി കഴുകി വെച്ചു കേട്ടോ. ഏട്ടനുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിത് പറ്റിയത് കേട്ടോ. മറ്റേ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. കാരണം ഒരുപാട് വർഷമായി സത്യം പറഞ്ഞാൽ തടിയൊന്നും ഇളകിയിട്ട്. നിങ്ങൾക്ക് എന്നെ കണ്ടാൽ തന്നെ അറിയാം. മറ്റു രാവിലെയൊക്കെ എഴുന്നേറ്റ് മുറ്റടിക്കുന്ന ഒരു സീനാണ്. ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളായിട്ട് ഇതൊന്നും പറ്റില്ല. പിന്നെ രണ്ടാമതും എനിക്ക് ഈ പൊടിയുടെ ഒരു പ്രശ്നം, അലർജി പ്രശ്നവുമായിട്ട് ബുദ്ധിമുട്ട് ഒരു 5 വർഷത്തോളമായി. ഞാൻ ഒരുപാട് കാണിച്ച് ഇങ്ങനെ ഡോക്ടറെ കാണിക്കുക, മെഡിസിൻ എടുക്കുക, മാറുക, അപ്പോൾ തന്നെ അധികമാക്കി ഇങ്ങനെ ഇത് തുടങ്ങുന്നു കേട്ടോ. അപ്പോൾ ബീച്ച് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചതിന് ശേഷമാണ് എനിക്കത് നല്ല രീതിയിൽ അത് പറ്റ എന്നെ മാറി എന്ന് തന്നെയാണ് പറയാം ആ ഒരു ഇത് കിട്ടിയത്. പിന്നെ ദാ റോഡ് താന്നത് കൊണ്ട് തന്നെ റോഡ് പൊന്തി പോയപ്പോൾ മുറ്റം ജസ്റ്റ് താന്ന് അവിടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഏകദേശം ഒരു 6 മണി 7 മണീൻ്റെ അടുത്ത് എന്തായാലും പണിയെടുത്തിട്ടുണ്ട്. 3 മണിക്ക് തുടങ്ങിയ പണിയാണ് കേട്ടോ. 7 മണിക്കാണ് അവസാനിച്ച്. ഒരു 5:45 ദാ ഏട്ടനും മോളും മോനും കൂടി ഇവിടെ ഞങ്ങളെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് കേട്ടോ, 8-2 എന്നാണ് പറയാം. നിങ്ങൾക്കറിയാം ബാലുശ്ശേരി റൂട്ടിൽ നമ്മൾ അധികം റീല് കാണാം 98 95 എന്നൊക്കെയാണ് സ്ഥലപ്പേര്. അങ്ങനെ 8-2 ജസ്റ്റ് പോയിട്ടോ. എന്തായാലും ഇത്ര അധ്വാനിച്ചല്ലേ വല്ല പപ്സട്ടം വാങ്ങിച്ച് വരാമെന്നും പറഞ്ഞ് പോയതാണ്. ചായയൊക്കെ കുടിച്ചെന്ന് വൈകുന്നേരം ഒന്ന് ചില്ലായിട്ട് ഇരിക്കുകയാലോ. അങ്ങനെ അവർ വരുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ഭാഗം കൂടി ഒന്ന് ക്ലിയർ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ആക്കിട്ടോ. അപ്പോൾ ദാ ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇനി അടുത്തുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.